എന്തായാലും മുന്നോട്ടാണ് എന്നുള്ളതാണ് UDF കൺവീനർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് കാരണം പറയുന്നത് LDF ഒപ്പിട്ടു എന്നതാണ് അതിന് കാരണമായി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രാജിവെച്ചിട്ട് LDF തന്നെ ഭരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാ പിന്നെ ജനങ്ങൾ ഇവരെ തെരഞ്ഞെടുത്ത് അയച്ചത്? തെരഞ്ഞെടുപ്പിന് മുൻപ് എന്താ പറഞ്ഞിരുന്നത്? ഒപ്പിടാതിരിക്കുന്ന ഏത് സാഹചര്യമാണ് ഉണ്ടായത്? ഞങ്ങൾ വന്നാൽ ഇത് അറബിക്കടലിൽ വലിച്ചെറിയും. RSS അജണ്ട നടപ്പിലാക്കാനായിട്ടുള്ള രഹസ്യധാരണ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കണ്ടതിന് ശേഷമാണ് ഒപ്പിട്ടത്. ഇതൊക്കെയായിരുന്നു അന്നത്തെ പ്രസ്താവന. എന്നാൽ ആ പ്രസ്താവനകൾക്കെല്ലാം ഘടകവിരുദ്ധമായി ഇപ്പോൾ പൂർണ്ണമായിട്ടും BJPക്ക് വിധേയമായി നിൽക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്നതിന് വല്ല പ്രസക്തിയുണ്ടോ? ഞങ്ങൾ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ സെക്രട്ടറി ഒപ്പിട്ടപ്പോൾ അത് വിവാദമായി വന്നു. ഞങ്ങളത് പരിശോധിച്ചു. മന്ത്രിസഭ ചർച്ച ചെയ്തുകൊണ്ട് കൂട്ടായി തീരുമാനിച്ചു. ക്യാബിനറ്റിന്റെ ഡിസിഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. ആ തീരുമാനത്തിൽ ഗവൺമെന്റ് ക്യാപ്റ്റൻ അബെയിൻസ് അത് തുടരേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. അത് മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് കേന്ദ്രത്തിന് കത്തെഴുതി. പിന്നെ ഞങ്ങൾ കടുകുമണി മുന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പാർലമെന്റിൽ പോയി ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയല്ലോ. കേരളം ഇതിന്റെ ഭാഗമായിട്ടില്ല, ഫണ്ട് വാങ്ങിയിട്ടില്ല. യഥാർത്ഥത്തിൽ SSA ഫണ്ട് വാങ്ങി. ഇന്ന് മന്ത്രി കിടന്ന് ഉരുളാണ്. നേരത്തെ ഇവർ ഫണ്ടെല്ലാം വാങ്ങിക്കഴിഞ്ഞു. എന്താ ശ്രീ കുഞ്ഞാലിക്കുട്ടി, ശ്രീ മുഖ്യമന്ത്രി, അതുപോലെ ശ്രീ ശംസുദ്ദീൻ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഫണ്ടെല്ലാം അവർ വാങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? ഇപ്പൊ പറയുന്നത് ആ ഫണ്ടല്ല, SSAയുടെ ഫണ്ടാണ്. SSAയുടെ ഫണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ പോലും പിന്നീട് വിദ്യാഭ്യാസ അവകാശ നിയമവുമായിട്ട് തമിഴ്നാടിനോടൊപ്പം കേരളത്തിന് ഫണ്ട് കിട്ടിയപ്പോ SSAക്ക് കൊടുത്ത ഫണ്ട് കൂടി വെട്ടിക്കുറച്ചിട്ടാ മതി. യഥാർത്ഥത്തിൽ 1 രൂപ പോലും ഒപ്പിട്ടതിന്റെ ഭാഗമായി കിട്ടിയില്ല. ഇപ്പൊ ഒപ്പിട്ടു, ക്യാബിനറ്റ് അറിയാതെ ഒപ്പിട്ടാൽ ഇപ്പോ ചിലര് വലിയ അഭിപ്രായം പറഞ്ഞല്ലോ. ഒരു പോലീസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തില്ലേ? എന്താ കാര്യം പറയണത്? മുഖ്യമന്ത്രി ഗവൺമെന്റ് പറഞ്ഞു ചിലർ എഴുതി ഇത്രയും വിധേയത്വം പാടോ? അപ്പൊ നിങ്ങൾ നടപടി സ്വീകരിക്കണം. ക്യാബിനറ്റ് അറിയാതെ ഒപ്പിട്ട ഏത് ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനെതിരെ ഞങ്ങൾ നടപടിയെടുക്കും. ക്യാബിനറ്റ് അറിഞ്ഞിട്ടില്ല. ക്യാബിനറ്റ് അറിയാതെ ഏത് ഗവൺമെന്റ് ആണെങ്കിലും മന്ത്രിസഭയുടെ തീരുമാനമില്ലാതെ എവിടെ നിന്ന് കിട്ടി? അതുകൊണ്ട് ഞങ്ങൾ ഇതാ നടപടി എടുക്കാൻ പോകുന്നു. ആ നടപടി എടുക്കുമെന്ന് ഞങ്ങൾ കേന്ദ്രത്തെ അറിയിക്കും. ഞങ്ങൾ 1 ഇഞ്ച് മുന്നോട്ട് പോവില്ല എന്ന് പറയേണ്ടതിന് പകരം ഏറ്റവും കുറവ് എവിടെയാണോ കേരളം നിന്നിരുന്നത് അവിടെയെങ്കിലും നിൽക്കുന്നു പറയണ്ടേ? അതിന് പകരം നേരത്തെ പറഞ്ഞ പോലെ മുട്ടിന് നിൽക്കാൻ പറഞ്ഞപ്പോഴേ അടിയന്തരാവസ്ഥ പറഞ്ഞല്ലോ. കിടന്ന് നേരെ കേന്ദ്രത്തിന്റെ കാല് നിൽക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും മാറിയില്ലേ? ഇവരെന്താ ഇത് നടപ്പിലാക്കിയില്ല? എന്ത് സംഭവിക്കും? ഞങ്ങൾ അന്നൊരു മന്ത്രിസഭ ഉപസമിതി ഉണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടിരുന്നത് നിയമപരമായിട്ട് നിൽക്കില്ല. അവർ ഏതെല്ലാം കാര്യങ്ങൾ വേണം? ക്യാബിനറ്റ് ഡിസിഷൻ ഇല്ല, MOU ആണ്, മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്, എഗ്രിമെന്റ് ഒന്നുമല്ല. എന്താ ഇവര് നടപ്പിലാക്കില്ല? ഞങ്ങളിതാ ഈ കഴിഞ്ഞ ഗവൺമെന്റിന് ഇവർക്ക് കുറെ കൂടി ആധികാരികമായിട്ട് പറയാലോ. മന്ത്രിസഭയുടെ അംഗീകാരം ഇല്ലാതെ ഒപ്പുവെച്ചു, ആ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ നടപടിയെടുക്കാൻ പോവാണ്, ഞങ്ങൾ ഇതുമായിട്ട് ഇഞ്ച് മുന്നോട്ട് പോയില്ല. ഇവരെന്താ മൂക്കിൽ വലിച്ചു കിട്ടുമോ? ഇവരെന്താ പിരിച്ചുവിടോ? 59 EMS ഗവൺമെന്റ് പിരിച്ചുവിട്ട പോലെ നിങ്ങൾ MOU നടപ്പിലാക്കിയില്ലെന്ന് പിരിച്ചുവിടോ? തട്ടല് വേണം. തെരഞ്ഞെടുപ്പിന് പ്രതിപക്ഷത്തിരിക്കുമ്പോ പെടുന്ന വെല്ലുവിളിച്ചാ പോരാ, ഭരിക്കാനുള്ള നട്ടല് വേണം. പറഞ്ഞ നിലപാട് ഉറച്ചു നിൽക്കാനുള്ള അത് കാണിക്കേണ്ടതുണ്ട്. അതിന് പകരം പൂർണ്ണമായിട്ടും BJPക്ക് വിധേയമായിരിക്കുന്നു. ഞെട്ടിപ്പോയില്ല എല്ലാവരും സുപ്രീം കോടതിയുടെ ആ നിർദ്ദേശം കണ്ടപ്പോ? കേരളം മാത്രമല്ലേ കേസെടുത്തത്. ഒരു ബസ് പോലും പോവാത്ത പനമ്പള്ളി നഗറിൽ വേടനെ പോലൊരാൾ അവിടെ പോയിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ പ്രതിഷേധിച്ചതിന് വരെ കേസെടുത്തില്ലേ? ഇന്ത്യയിൽ ഈ ഗവൺമെന്റ് അല്ലാതെ ഏതെങ്കിലും ഗവൺമെന്റ് ഉണ്ട്? രാഹുൽ ഗാന്ധി പ്രസംഗിക്കുകയാണ് പാർലമെന്റ് കേസെടുത്തതിനെ കുറിച്ച്. അപ്പൊ RSS ട്വീറ്റ് ചെയ്യാണ് കേരളത്തിലല്ലേ കേസ് ഇത്ര എടുത്തിട്ടുള്ളതെന്ന്. രാഹുൽ ഗാന്ധി പ്രസംഗിക്കുകയാണ് ഇന്ത്യയിൽ എല്ലായിടത്തും വൈസ് ചാൻസലർമാരെ നിങ്ങൾ RSSകാരെ വയ്ക്കുന്നു. ഇവിടെ വൈസ് ചാൻസലർമാരെ RSSകാരെ വെച്ചപ്പോ കമാന്നൊരു അക്ഷരം ഈ ബുധനാഴ്ച നുണപ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടോ? ബുധനാഴ്ച എല്ലാ ദിവസവും നടത്തുന്ന കമാന്നൊരു അക്ഷരം ഇത് സെറ്റായിപ്പോയി എന്ന് മർമ്മരം പോലെ. അപ്പൊ BJPയുടെ മുഖ്യമന്ത്രി വേണുഗോപാൽ പറഞ്ഞത് ഒരു സംശയവും വേണ്ട, കേരളത്തിൽ ഇപ്പോ ഭരണം നടത്തുന്നത് BJPക്ക് വേണ്ടിയുള്ളൊരു സർക്കാർ മാത്രമാണ്. അതുപോലെ വഖഫ് നിയമത്തിൽ വീണ്ടും അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നിപ്പോ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, അത് ഏതോ ചാനലിൽ കാണുകയുണ്ടായി. കാരണം ഇപ്പൊ പുതിയ മുസ്ലിം സമുദായത്താകെ കഴിഞ്ഞ ഗവൺമെന്റിനെതിരെ തിരിക്കാൻ ശ്രമിച്ച അടുക്കളയിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നതാണ്. കഴിഞ്ഞ ഗവൺമെന്റ് വൈകിച്ചു, അതാ തെറ്റ്. നിയമമെങ്കിലും വായിച്ചു നോക്കണ്ടേ? നിയമത്തിൽ 14ന്റെ പ്രൊവിസേ പറയുന്നുണ്ട്, പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ പഴയ നിയമപ്രകാരം രൂപീകരിച്ച ബോർഡ് അതേപോലെ നിൽക്കില്ല, എലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് മാത്രമാണ്. എന്ന് വെച്ചാൽ ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് കണ്ടിന്യൂ ടേം വരെ തീരുന്നു മാത്രമേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അല്ല ബോർഡിനുള്ള സംരക്ഷണം പോലും ഇല്ല. എന്ന് മാത്രമല്ല 2013
ഒക്ടോബർ കഴിഞ്ഞ ബോർഡ് UDF പുനഃസംഘടിപ്പിക്കുന്നത് 2014 ഒക്ടോബറിലാണ്. ആ 2014 ഒക്ടോബർ ഒരു വർഷം കഴിഞ്ഞ് പുനഃസംഘടിപ്പിച്ച ബോർഡിനകത്തുണ്ടായിരുന്ന അംഗമാണ് ഇപ്പോഴത്തെ വഖഫിന്റെ മന്ത്രി. അദ്ദേഹം പറഞ്ഞു കൊടുക്കണ്ടേ ഇവർക്ക്? അന്ന് ഞാനുള്ളപ്പോ ഒരു വർഷം കഴിഞ്ഞിട്ട് രൂപീകരിച്ചെന്ന്. ഇതെന്താ ഈ വഖഫ് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞ വഖഫ് ബോർഡിന്റെ കാലാവധി കഴിയുന്നതിന് മുൻപ് റിട്ടേണിംഗ് ഓഫീസർ വെച്ചു, തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് പോയി. അപ്പൊ ലീഗിന്റെ ഒരു കേസ് അവിടെ വന്നു. കേസ് വന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഇപ്പോൾ ഉള്ള ബോർഡിന് തുടരാം. ഞങ്ങളുടെ ഗവൺമെന്റ് ഉള്ളപ്പോൾ ബോർഡിന്റെ കാലാവധി കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് ഒരു അഡ്മിനിസ്ട്രേറ്റർ വെച്ചു. UDF ഈ ഒരു വർഷം 13 ഒക്ടോബർ കഴിഞ്ഞ് 14 ഒക്ടോബർ വയ്ക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് വേണ്ടി TO സൂരജ് IAS അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വെച്ചു. ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞു തുടരാം. അതുകൊണ്ട് ഈ അടുക്കളയിൽ നിന്ന് നിയമമൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. പൂർണ്ണമായിട്ടും BJPക്ക് വഴങ്ങി എന്നുള്ളതാണ് വഖഫി കണ്ടത്, അവനാണ് PMC കണ്ടത്. അവിടെ ഡൽഹിയിൽ വിദ്യാർത്ഥികൾ സമരം ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി ആ സമയത്തില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ജൂണിൽ സമരം ആരംഭിക്കുമെന്ന് രാഹുൽ ഗാന്ധി ആദ്യത്തെ ദിവസം അദ്ദേഹത്തിന്റെ മാത്രം സമരം കോൺഗ്രസിന്റെ നടന്നു. പിന്നെ അദ്ദേഹം വിദേശ തിരക്കിലായിരുന്നു. ഒരു മാസം കഴിഞ്ഞ് വരാൻ വൈകിയത് കൊണ്ട് 3 റാലി മാറ്റിവെച്ചു കോൺഗ്രസ്. പിന്നെ സമരം കത്തിപ്പടന്നപ്പോഴും അദ്ദേഹം വന്നത്. പക്ഷെ അദ്ദേഹം വന്നു എന്നുള്ളത് വളരെ നല്ലത് തന്നെ. കോൺഗ്രസ് ഐക്യ തലത്തിൽ വന്നു. പക്ഷെ അവിടെ പോയപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിക്ക് രാഹുൽ ഗാന്ധിക്ക് മാത്രം കാണാവുന്ന ഒരു വാച്ച് ഉണ്ടായിരുന്നല്ലോ. മുഖ്യമന്ത്രിക്ക് മാത്രം കാണാവുന്ന വാച്ച് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ, മുഖ്യമന്ത്രിക്ക് മാത്രം കാണാവുന്നത്. അപ്പൊ ആ ഇരുന്ന മുഖമല്ലേ ഇവിടെ ഒന്ന് കേസിനകത്ത് കേസെടുക്കുമ്പോൾ കണ്ടത്? എങ്ങനെയാണ് കേരളം പോലെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ ഇതുപോലെ കേസെടുക്കാൻ പറ്റിയത്? അപ്പോൾ പൂർണ്ണമായിട്ടും വഖഫ് പ്രശ്നം, PMC പ്രശ്നം, ഈ കേസെടുക്കുന്ന കാര്യങ്ങൾക്കകത്തെല്ലാം ഒരു വഴങ്ങുന്ന BJPക്ക് വേണ്ടി ഭരിക്കുന്ന സർക്കാരായി മാറിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ കൂടിയുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ പിൻവലിക്കാൻ കഴിയൂ എന്നുള്ള ക്ലോസ് ഒപ്പിട്ടതാണ് അതെല്ലാം ഞാൻ പറഞ്ഞു. ഒപ്പിട്ട ആളെ നിങ്ങൾ ശിക്ഷിക്കും. നിങ്ങളിപ്പോ ഒരു സിവിൽ സർവന്റിൽ ഏറ്റവും ഉയർന്ന ആളെ നിങ്ങൾ സസ്പെൻഡ് ചെയ്ത് എന്തിനാ? ഗവൺമെന്റിന് വേണ്ടി തെറ്റായി പ്രവർത്തിച്ചൊന്നല്ലേ? ക്യാബിനറ്റിന്റെ ഡിസിഷൻ ഇല്ലാതെ നിങ്ങൾക്ക് എവിടെ നിന്ന് പവർ കിട്ടി, ഞങ്ങളിത് നടപടി എടുക്കാൻ പോണു എന്ന് പറഞ്ഞ് പോണ്ടേ? ക്യാബിനറ്റ് തീരുമാനം എടുക്കാതെ ഞങ്ങൾക്ക് ബൈൻഡിങ് ഇല്ല എന്ന് പറയണ്ടേ? എന്നവർ പിരിച്ചുവിട്ടോ? MOU ഒപ്പിട്ടു, ഞങ്ങൾ ഒരു പൈസ വാങ്ങിയിട്ടില്ല, ഞങ്ങൾ സ്കൂൾ ഇവിടെ തുടങ്ങും, PMC സ്കൂളുകൾ ആരംഭിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞങ്ങളുടെ നിലപാടതാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞു RSSന്റെ അജണ്ടയാണ് PMC സ്കൂൾ എന്നുള്ളത്. ആ RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ മുസ്ലിം ലീഗും UDFും കോൺഗ്രസും തയ്യാറല്ല. അതുകൊണ്ട് ഞങ്ങൾ PMC നടപ്പിലാക്കില്ല. നിങ്ങൾ ഞങ്ങൾ പിരിച്ചുവിടും. എവിടെ പിരിച്ചുവിടാൻ പറ്റും? മൂക്കിക്കോട് വലിച്ചു കയറ്റാൻ പറ്റും? ഏത് നടപടി സ്വീകരിക്കാൻ പറ്റും? അതിനു പകരം പൂർണ്ണമായിട്ടും ഞങ്ങൾ ഇതാ റെഡി എന്ന് പറഞ്ഞല്ലേ നിൽക്കുന്നത്. ഇതുപോലൊരു അപമാനം ഈ ചുരുങ്ങിയ മാസം കൊണ്ട് തന്നെ എങ്ങനെ ഒരു ഗവൺമെന്റിന്, ഇങ്ങനെ ഒരു പാർട്ടിക്ക്, മുന്നണിക്ക് ഇതുപോലെ മലക്കം പറയാൻ കഴിയുന്നത്? ഫണ്ടാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. അപ്പൊ നേരത്തെ ഫണ്ടാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ സെക്രട്ടറി ഒപ്പിട്ടപ്പോ അന്ന് പറഞ്ഞല്ലോ ഫണ്ടായിരുന്നു പ്രശ്നം, അതുകൊണ്ട് വകുപ്പ് SS ശമ്പളം കൊടുക്കാൻ പറ്റാത്ത പ്രശ്നം വന്നു, അതുകൊണ്ട് ഒപ്പിട്ടു. പക്ഷെ ഞങ്ങൾ ക്യാബിനറ്റ് എന്ത് ചെയ്തു? ഫണ്ടല്ല പ്രശ്നമെന്ന് കണ്ടു. ഞങ്ങൾ സുപ്രീം കോടതി പോയില്ലേ ഫണ്ടിന്റെ വേണ്ടി? കേരളം LDF ഭരിക്കുമ്പോൾ ആർട്ടിക്കിൾ 131 പ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടിന് വേണ്ടി ധീരമായി സുപ്രീം കോടതിയെ സമീപിച്ച സംസ്ഥാനം കേരളമല്ലേ? ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLAമാരും MP മാരും സമരത്തിന് നേതൃത്വം നൽകിയത് അന്ന് കേരളം LDF ഭരിക്കുമ്പോഴല്ലേ? നിങ്ങൾക്കെതിരെ ഇപ്പോ ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് പറഞ്ഞ SSA ഫണ്ട് അവർ ഒപ്പിട്ടു, ഉദ്യോഗസ്ഥർ ഒപ്പിട്ടു. കഴിഞ്ഞ മന്ത്രിസഭ അത് ക്യാപ്റ്റൻ അബയൻസ് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ നിൽക്കുന്നു. ക്ലോസ് വേണ്ട. ഞങ്ങൾ മുന്നോട്ട് പോയില്ലോ 5-8 മാസം. ഞങ്ങൾ മുന്നോട്ട് പോയില്ലേ? എന്തെങ്കിലും സംഭവിച്ചോ? ഇനി ഇവര് മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും? സ്കൂളിനുള്ള ഫണ്ട് കിട്ടില്ല. ഫണ്ട് വേണ്ട. ഞങ്ങളും തീരുമാനിച്ചു കേരളത്തിൽ PMCയുടെ ഫണ്ട് സ്കൂളിന് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നല്ല സ്കൂളുകളെല്ലാം നല്ല സ്കൂളുകളാണ്. നിങ്ങൾക്ക് വേറെ ഫണ്ട് കിട്ടില്ലേ? ഞങ്ങളെപ്പോലെ അന്തസ്സായിട്ട് സുപ്രീം കോടതി പോകണം, നിലപാട് വയ്ക്കണം. അതല്ല, നിങ്ങൾ ഇതിന്റെ പേര് പൂർണ്ണമായിട്ട് നിലപാട് വിഴുങ്ങിയോ? നേരത്തെ ഫണ്ടല്ല പ്രശ്നം എന്ന് പറഞ്ഞതാരാ? RSSന്റെ അജണ്ടയാണ് ഇവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ RSSന്റെ അജണ്ട നടപ്പിലാക്കുന്നവരായിട്ട് സതീശനും ഷംസുദ്ദീനും ഉൾപ്പെടെ കുഞ്ഞാലിക്കുട്ടിക്ക് ഉൾപ്പെടുന്ന ഈ ഗവൺമെന്റ് മാറിയോ? അതിലിപ്പോൾ പറഞ്ഞു അവരെന്ത് നടപ്പിലാക്കാൻ പോകുന്ന RSSന്റെ അജണ്ടയാണ്. എങ്ങനെ ഇത്ര പെട്ടെന്ന് കേരളത്തിന്റെ ലോക ചരിത്രത്തിലുണ്ടോ ഇതുപോലെ അതിവേഗതയിൽ അവസരവാദ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംവിധാനം, രാഷ്ട്രീയ സംവിധാനം?